ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റും പിന്നെ റവയും കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനേ ഇവിടെ ഓവനോ അല്ലെങ്കിൽ പിന്നെ ബീറ്ററോ പിന്നെ മുട്ടയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെയാണ് കേട്ടോ ഈ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഈ ചാനലിലെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഓർത്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുവേ. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ റവ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഒരു 125 ഗ്രാം അളവിൽ ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 ക്യാരറ്റാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിനെ ഞാനിവിടെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തുകൊണ്ട് വന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോട് കൂടി തന്നെ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിനെ എല്ലാത്തിനെയും കൂടെ നന്നായിട്ടൊന്ന് ഇനി അരച്ചെടുത്തുകൊണ്ട് വരാവേ. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ടുള്ളൊരു മിക്സ്ചറായിട്ടാണ് ഞാൻ ഇതിനെ ഇവിടെ അരച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് നമ്മുടെ ആ ഒരു ബാറ്റർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കി ഈ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു മിക്സ്ചറിനെ നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. ആ സമയത്തേക്ക് നമ്മുടെ റവയൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരുവേ. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച മാവും ആ റവയൊക്കെ ഒന്നും കൂടെ തന്നെ നന്നായിട്ട് ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓയിലെല്ലാം നമ്മുടെ ആ ബാറ്ററിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുവാണ്. ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്ററും ഈ എണ്ണയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ. ഇപ്പോൾ നമ്മുടെ ബാറ്ററും നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ ഏലക്ക പൗഡറും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ കേക്കിനകത്തേക്ക് മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മൾ മസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിനെ ഇവിടെ നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്ത് നല്ല നമ്മുടെ കേക്കിൻ്റെ ബാറ്ററാക്കി ഇവിടെ റെഡിയാക്കി ഏകദേശം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാനായിട്ടേ ഒരു പാത്രം, ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയ ബോളാണ്. ഇതിനകത്ത് കുറച്ച് ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ കേക്ക് കുക്ക് ചെയ്യുമ്പോൾ ഇതൊന്നും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നന്നായിട്ട് തന്നെ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറും വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഈ വിനെഗർ ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ബേക്കിംഗ് പൗഡറുമായിട്ട് അത് നന്നായിട്ട് റിയാക്ട് ചെയ്ത് നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വരാനും നല്ലൊരു സോഫ്റ്റ് ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ ബാറ്റർ എല്ലാം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തട്ടി നന്നായിട്ടൊന്ന് ലെവലാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇവിടെ കുറച്ച് ക്യാരറ്റ് തന്നെ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ക്യാരറ്റ് ആ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇത് കടിക്കാനായിട്ടൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കശുവണ്ടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. കശുവണ്ടിയൊക്കെ വെച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇത് വെച്ചില്ലെങ്കിലും ഈ കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതെല്ലാം വെച്ച് കൊടുത്തേക്കുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഓൾറെഡി ഒരു പാത്രം നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ഒന്ന് ഇവിടെ റെഡിയാക്കി നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പാത്രം തുറന്ന് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നിറച്ച പാത്രം നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് ഇവിടെ ഞാനിത് നന്നായിട്ട് ഇറക്കി വെച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ശരിക്കും വേണ്ടത് അടച്ച് വെച്ചിട്ട് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ഒരു 30-35 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതിനെ തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെമ്പറേച്ചറിൻ്റെ പോലത്തെ ഒരു സ്റ്റിക്കാണ് കേട്ടോ. ഒന്ന് കുത്തി നോക്കി ഇതിനകമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ കേക്കിൻ്റെ അകമൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഇതിൻ്റെ സൈഡൊക്കെ ഇവിടെ ഓൾറെഡി നന്നായിട്ട് വിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് നന്നായിട്ട് ആറിയിട്ട് തന്നെ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കേക്ക് ഇവിടെ മാറ്റി വെച്ചത് ഏകദേശം നന്നായിട്ട് തന്നെ ഇവിടെ തണുത്ത് നന്നായിട്ട് വേർവിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേർവിട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഒരു നൈഫ് കൊണ്ട് ഒന്നും കൂടെ അത് നന്നായിട്ട് വിട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കിതിനെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് ഞാൻ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇതിനെ ഒന്ന് മുറിച്ച് കാണിച്ചു തരാവേ. അപ്പോൾ ഇത് മുറിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇത് എന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് നോക്കി ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ കേക്ക് വന്നിരിക്കുന്നത്. നന്നായിട്ട് കുക്കായി പക്ഷേ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത് കണ്ടാൽ ഇത് റവ കൊണ്ടുണ്ടാക്കിയ കേക്കാന്ന് പറയത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ഓവനും ബീറ്ററും മുട്ടയൊന്നും ഇല്ലാതെ നല്ല പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.